11 അവിടെ. യെസ്, ജഡ്ജസ് എല്ലാം റെഡിയായി കഴിഞ്ഞു. 3 ജഡ്ജസ് ആണ് നമുക്കിവിടെ എത്തിയിട്ടുള്ളത്. ഷംന ഷാഹിദ്, സൗദി ഫോർക്ക ബിരിയാണി കോൺടെസ്റ്റിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരു വിന്നർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കുകയും ഒരുപാട് Ini kata അടുത്ത ആൾക്ക് വേണ്ടേ? ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എന്താ പറയുക, ഫ്ലേവേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്, നല്ല ഫ്ലേവറെല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് നല്ല തന്നെ അറിയത്തുള്ളൂ, എനിക്ക് കുറ്റം പറയാം. ബിരിയാണി നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു. ക്യാമറ നോക്കണ്ട, കൊടുത്താൽ മതി. വേറെ എന്തെങ്കിലും പോട്ടത് കിട്ടിയാ? എന്താ പറയാൻ, കോഴിക്കോട് കണ്ണൂർ എല്ലാമാണ് ഭയങ്കര നല്ല അടിപൊളി ബിരിയാണി എന്നുള്ളത് അങ്ങനെ ഒരു വിചാരമായിരുന്നു, തെറ്റിദ്ധാരണയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, റോസ് ബാൻഡ് എവിടെ വെച്ചാലും അതുപോലെ കേട്ടോ. അതാണ്
സത്യം. അത് കൊച്ചി എവിടെയാണെങ്കിലും അടിപൊളി, ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിക്കോടിനെക്കാട്ടിയൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കൂടുതലും കൊച്ചിക്കാരി ഇനി ആരും പറയില്ല ഇവിടെയാണ് ഏറ്റവും അടിപൊളി, ഇവിടെ സൂപ്പറാണ്, കൊച്ചി അടിപൊളി. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഒന്നിനൊന്ന് ഭയങ്കരമായിട്ട് മെച്ചമായിരുന്നു. എല്ലാവരും വിന്നേഴ്സാണ്. കാരണം നിങ്ങൾ 14,000 ആൾക്കാരിനെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് തന്നെ വിന്ന് ചെയ്ത ആൾക്കാരാണ്. ഇനിയും ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുത്ത് വിൻ ചെയ്തവർക്ക് എല്ലാവരും നിങ്ങൾ വിന്നേഴ്സാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ കോഴിക്കോടായിരുന്നു എൻ്റെ താമസവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കോഴിക്കോടൻ ബിരിയാണി എന്നുള്ളൊരു സംഭവം മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ കൊച്ചിയിൽ ഇങ്ങനൊരു കോൺടെസ്റ്റ്, ഇതൊരു മത്സരം നടക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള എനിക്കൊരു പുതിയ അനുഭവം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതാണ്, എല്ലാവരും ഒരേപോലെ ഇങ്ങനെ ഒന്നിനും ഭേദം ഒന്നെന്ന പോലെ നിൽക്കുന്നുള്ളൊരു തോന്നലാണ്. അത് ഏറെക്കുറെ കറക്റ്റുമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ജഡ്ജസ് ഇത് ചെയ്യണേന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇവർക്ക് മാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ജഡ്ജസിനാണ് മാർക്ക് കൊടുക്കുക. കാരണം അതൊരു ടാസ്ക്കാണ്. 30 ബിരിയാണി കഴിച്ചെത്തിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ കഴിച്ച എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഓരോന്നിനും ഓരോ ഫ്ലേവർ, ഓരോ ഒരു എന്താ പറയുക, അതിൻ്റെതായ ഒരു ഭംഗി. കോഡ് നമ്പർ 18 നസീമ ഖാലിദ്. 15,000 rupees ക്യാഷ് വിന്നറും ഫൈനൽ എൻട്രിയും കൂടി ലഭിച്ചിരിക്കുകയാണ് നസീമ ഖാലിദ്. ഓൾ ദി ബെസ്റ്റ്. വിപ്ലവത്തിന് വലിയ പ്രായമൊന്നും വേണ്ട, ഒരു തീരുമാനമെടുത്തൊക്കെ ഇറങ്ങിയാൽ മതി എന്നുള്ളതിന്റെ തെളിവ്. കൊണ്ടുവാ. സോറി, ഇനി മുതൽ ബിരിയാണിയല്ല ബിരിയാണി എന്നറിയപ്പെടും കേട്ടല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരെങ്കിലും ബിരിയാണിയും പൊളിച്ച കോഴിയും തന്ന കഴിച്ചാ? ഈ മാമൻ വല്ലതും തന്നായിരുന്നോ അതോ മാമൻ കൈ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ? മോന്റെ പേരും പറഞ്ഞ് മാമൻ എവിടെ നിന്നൊക്കെ ബിരിയാണി കഴിച്ചു? വീട്ടിൽ നിന്നും പുറത്തുനിന്നും ഈ കൊച്ചിനെ കൊണ്ടു നടന്ന് കാണിച്ച് ബിരിയാണി കഴിക്കുന്ന കച്ചുമലനാണ്. പേടിപ്പിച്ച ഏത് കൊച്ചുമല്ലെന്ന് പറയില്ലേ? മമ്മൂക്ക തന്നെ പാടിയ പാട്ടാണ് കേട്ടോ. അതെ, മമ്മൂക്ക വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? നീ പറഞ്ഞ ആ മന്ത്രിയെ കൊണ്ടുവരെ മാറ്റിച്ചില്ലേടാ. നീ ആ പാവ മനുഷ്യനെ കൊണ്ട് എന്ത് പുള്ളിയുടെ വാങ്ങിച്ച് കഴിക്കണോ? മമ്മൂട്ടിയെ വാങ്ങിച്ചെന്നോ പോലെ നമുക്ക് വാങ്ങിച്ചു. മട്ടൻ ബിരിയാണി വേണ്ട, ചിക്കൻ ബിരിയാണി മതി എന്ന് പറയാ. ശങ്കു ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ, അത് നേരത്തെ അഭിനന്ദയൊക്കെ പറഞ്ഞതിന്റെ കറക്റ്റ് സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുമ്പിൽ തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് കേട്ടോ. അതിൽ ഏത് എപ്പോ വൈറലാവുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ വരെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ സച്ച് എ ബിഗ് തിങ്. അതുതാ ബിരിയാണിയുടെ ഏറ്റവും വലിയ വേദിയിൽ നമുക്ക് കൊണ്ടുവന്ന് ആ ഒരു അംഗീകാരം കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കൈയടി കൊടുക്കാൻ പുള്ളിക്കാരന് വലുതായിട്ട്
എന്ന് ചോദിക്കാം. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? എനിക്കറിയാൻ പറ്റത്തില്ല. ചിക്കൻ ബിരിയാണിയോട് ഏറ്റവും നല്ല സാധനം ഏതാ? അതറിയാം. മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമ നടക്കാറുള്ള ചിക്കൻ ബിരിയാണിയോട് പൊരിച്ച വഴിയാണ് നല്ലതെന്ന് അറിയാം അല്ലേ? ആ, അച്ഛനമ്മയും വന്നിട്ടുണ്ടോ അവിടെ? അവരാണോ പറഞ്ഞത് ഈ ബിരിയാണി ചോദിക്കണം എന്നുള്ളത്? അച്ഛനമ്മയുടെ ഒന്ന് വരൂ വലിയിലുണ്ട് വരൂ ചോദിക്കോ. നിങ്ങള് മോന് ബിരിയാണി കൊടുക്കാത്തത് കൊണ്ട് അത് ഒരിക്കൽ കഴിപ്പിച്ച് ഇഷ്ടപ്പെടിച്ചത് കൊണ്ട് ഇന്ന് കേരളത്തിലെ അംഗനവാടിയിലുള്ള എല്ലാരും ഉപ്പുമാവിന് വരെ ബിരിയാണി കഴിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഇത് ഇല്ലാത്തതിൽ ഒരു വിഷമം തോന്നില്ലേ? വിഷമമുണ്ട്. The prize winner, Habiba from Kozhikode. Mumukka to do the honors of presenting her with the crown. Congratulations! Habiba from Kozhikode. Happy luck. Wow. Queen of Mumukka, Biryani Queen. The chairman and managing director of Thunderman Agro-Industries Private Limited. Second prize. കൊല്ലം വേണോ? കൊല്ലത്തുനിന്ന് ബിരിയാണി നിങ്ങൾ നല്ലത് കൊണ്ടുവന്നിട്ടോ? നേരത്തെ ഇവിടെ പാലക്കാട് പറഞ്ഞ ആൾക്കാർ ഇവിടെ പോയി. സോറി കേട്ടോ, ഇത്തവണ ഇല്ല. എന്നാലും ഇവിടെ കൊല്ലം എന്ന് പറഞ്ഞ ആരൊക്കെയാ? നിങ്ങൾ മാത്രം കൊണ്ടുവന്ന ആൾക്കാരാണോ ഈ കൊല്ലത്തിന്റെ ആൾക്കാര്? ഞാന് വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിരുന്നു ആ ആൻസി ചേച്ചിയുടെ കാര്യം അല്ലേ? കൊല്ലത്തൊരു ആൻസി സാബുവിന്റെ കാര്യം അല്ലേ? എന്നാ പുള്ളിക്കാരിക്കാണ് സെക്കൻഡ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് the Kerala Biryani Queen, the Ghost brand Kerala Biryani Queen, presented by Mavabhoomi. The second prize is Ansi Sabo. Mumukka to crown the queen, the runner-up for the first season of the Kerala Biryani Queen, Shreyamsa, to do the honors of presenting her with the trophy and the 2 lakhs cash prize from Queenന്റെ കിരീടമൊക്കെ തെറിച്ചു വരും. Thank you so much. Thank you, Angie. Thank you. Please be on the side. Everybody, please be seated. We are going to the. How many people think it's Kasaragod? Kasaragod supporters ഉണ്ട് അവിടെ. ഇച്ചിരി ബഹളത്താ കേക്കട്ടെ. ഓക്കെ, 2 പേരുണ്ട്. വയനാടാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ലേ? ഓക്കെ, തിരുവനന്തപുരം. ഓക്കെ, നമ്മൾ ഇത്തവണ ബിരിയാണി മലപ്പുറം എത്ര പേരുണ്ട് സപ്പോർട്ട്? ആണ്. തൃശ്ശൂർ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേരുണ്ട്? കണ്ണൂർ
കണ്ണൂരിനെ സപ്പോർട്ട് ചെയ്യാൻ? കാരണം അവരല്ലേ ജയിച്ചിരിക്കുന്നത്, അപ്പൊ അവർക്ക് അത് കുറച്ചുകൂടി സപ്പോർട്ട് വേണ്ടേ? Yes, exactly. Number 17, Mariam Jaffa from Kannur is this season's Kerala Biryani Queen. Rose Brand presents Madhurabhumi Kerala Biryani Queen. The first season crowned queen is Mariam Jaffa from Kannur. The crowning to be done by Mamuka. The trophy by Shreyamsa, 5 lakhs, 5 ലക്ഷം രൂപയാണ് cash prize. From Bardhaman Agro Products India Limited, Rose Brand നൽകുന്ന 5 ലക്ഷം രൂപ. Happy. കണ്ണൂർ ജില്ല മുഴുവൻ ഉണ്ടല്ലോ. നമ്മളൊരു വില്ല എന്നെ വിളിച്ചത് നമുക്ക് മറിയം, കൺഗ്രാറ്റുലേഷൻസ് മറിയം. എന്തായാലും ഫാമിലിയുടെ ഫോട്ടോ കിട്ടി, 5 ലക്ഷം രൂപ കിട്ടി, തലയിൽ ഒരു ക്രൗൺ കിട്ടി. What do you feel right now? ഇവിടെ വരെ വരാൻ ആരോഗ്യം തന്നതിന് പിന്നെ ഒന്നും പറയാനില്ല. റോസ് ബ്രാൻഡ് മാത്രം ഒരുപാട് 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 ഈ ഒരു വേദിയിലേക്ക് ചെയ്യുന്ന ഒരുപാട് പിന്നെ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് താങ്ക് യു. ഇവിടെ നിൽക്കും. ഞാൻ ആ 2 വിന്നേഴ്സിനെയും കൂടി ഒന്ന് വിളിക്കട്ടെ. മമ്മൂക്കയുടെയും നമ്മുടെ ശ്രേയം സാറിന്റെയും റബീഉൽ ഹക്ക് സാറിന്റെയും കൂടെ നിന്ന് ഒരു പിക്ചർ. പ്രസംഗിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ പ്രസംഗമൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഒരു ബിരിയാണിയുടെ വിശേഷമായതുകൊണ്ട് നമുക്ക് വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ ബിരിയാണിയെ പറ്റി എന്ത് വേണേൽ പറയാം. ലോകത്ത് ഒരുപാട് തരം ബിരിയാണിയുണ്ട്, കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലജാതി ബിരിയാണിയാണ്. ഒരു നിങ്ങളുടെ ഒരു ജഡ്ജ് പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തും ഓരോ തരം ബിരിയാണിയാണ്. തോന്നിയവാസമല്ല, നല്ലൊരു ചിട്ടയും വട്ടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, കൊച്ചി ബിരിയാണി, തിരുവനന്തപുരം, കൊല്ലം ബിരിയാണിയൊക്കെ വേറെ വേറെയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഒരു വേറെ ബിരിയാണിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തരം ബിരിയാണിയുണ്ട്. സ്റ്റാർ ബിരിയാണിയുണ്ട്, ലബാക്കട്ട് ബിരിയാണിയുണ്ട്, വേണു ബിരിയാണിയുണ്ട്, അങ്കണ്ണം ബിരിയാണിയുണ്ട്. ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ബിരിയാണിയുണ്ട്, ഹൈദരാബാദി ബിരിയാണി പലതരത്തിലുള്ളതുണ്ട്. പിന്നെ അങ്ങോട്ട് ബോംബെ, അങ്ങനെ കാശ്മീരി ബിരിയാണി പലതരം ബിരിയാണിയുണ്ട്. അതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഓരോ പാചകക്കാരുടെ അഭിരുചി അനുസരിച്ചിട്ട് ഇത് മാറുന്നതാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ബിരിയാണിയും നമുക്ക് രുചികരമാകണമെന്നില്ല. പലരുടെയും ബിരിയാണി പലപ്പോഴും രുചികരമാകുക തന്നെ ചെയ്യുകയും ചെയ്യും. എന്നാലും ഈ ബിരിയാണി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. എപ്പോഴും ബിരിയാണി കഴിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ പലതരം ബിരിയാണി ഉണ്ടല്ലോ, വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, അങ്ങനെ പല ബിരിയാണി. അങ്ങനെ ബിരിയാണിയുടെ ഒരു വലിയ പരമ്പര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഭക്ഷണപ്രിയരായ നമ്മൾ പലതരം ബിരിയാണി ഉണ്ടാക്കി നമ്മൾ കഴിക്കും, ഒരുപാട് പേർക്ക് കൊടുക്കുകയും ചെയ്യും. ബിരിയാണിക്ക് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ വിളമ്പാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒരുപാട് തരം കറികളൊന്നും വിളമ്പി അങ്ങനെ വേണ്ട. അതുകൊണ്ട് പലരും അതൊരു എളുപ്പമായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട്, ഇല്ലെന്നില്ല. ഏതായാലും ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിലൊന്ന് വെള്ളം ഊറും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എങ്ങനെ ഇതിൽ നിന്ന് നല്ല തിരഞ്ഞെടുത്തെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ പാടാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിനും പ്രത്യേകിച്ച് ആശംസ നേരുന്നു. നമസ്കാരം. Thank you.